മക്കൾ 7ാം ക്ലാസ്സിലെ മക്കൾ കാത്തിരിക്കുകയായിരുന്നു സാറേ ഒന്ന് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യൂ. അതായത് ഞങ്ങൾക്ക് അറിയില്ല നാളത്തെ എക്സാമിന് എന്തൊക്കെയാണ് വരിക, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ പെട്ടെന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ചോദ്യം. നമ്മൾ പ്രഡിക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ലാഗുമില്ലാണ്ട് ഞാൻ തുടങ്ങുകയാണ്. പെർസെൻറ്റേജ് അല്ലെങ്കിൽ എന്താണ് ശതമാനം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉറപ്പായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ബേസിക് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതായത് ഒരാൾ ഇത്ര രൂപ കൊടുത്ത് എന്തായി ഒരു ബിസിനസ് തുടങ്ങി, അതിൽ ഇത്ര രൂപ കിട്ടി, അങ്ങനെയെങ്കിൽ എത്ര ശതമാനമാണ് ആ പ്രോഫിറ്റ് എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു സാധനത്തിൻ്റെ പൈസ 12% കൂടി, അന്നപ്പോൾ എത്ര രൂപയായി? 560 രൂപയായി. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പൈസ എത്രയാണ്? ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് പെർസെൻറ്റേജിൽ നിന്നും ചോദ്യം ചോദിക്കും. ഇതെങ്ങനെ കാണുക? 12% കൂടിയപ്പോൾ 560 ആയി. അപ്പോൾ അതിൻ്റെ വില എങ്ങനെ കാണുക? ഇതൊക്കെ ഒറിജിനൽ പ്രൈസ് ഇതാണെന്ന് വിചാരിക്കും. ഇതിനെക്കാട്ടി 12% കൂടി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാധനവും അതിൻ്റെ 100% അല്ലേ? അപ്പോൾ ഒറിജിനൽ പൈസ 100% ആണ്, 12 കൂടി, അപ്പോൾ 112%. അപ്പോൾ ഈ നമ്പറിൻ്റെ 112% എന്ന് വെച്ച് കഴിഞ്ഞാൽ 112/100 ആണ് എന്ത്? 560. അങ്ങനെയെങ്കിൽ ഈ നമ്പർ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഈ 112/100 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നേരെ തിരിയും 100/112, 500 × 100/112. അത് ചെയ്താൽ മക്കൾസിന് ഈസി കിട്ടും, ആൻസർ കിട്ടും. ആൻഡ് അടുത്തതായിട്ട് ഇങ്ങനെ സിംപ്ലി ഒരു പിന്നെ എന്താണ് ഈ ഒരു ഫോമിന് പറയുക എന്താണ്? ഫാക്ടറൈസ് ചെയ്ത രീതിയിലെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്, അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മളോട് ചോദിക്കും ഇതിന് എത്ര ഫാക്ടർ ഉണ്ടെന്ന്. അപ്പോൾ എങ്ങനെ കാണാം? ഇത് 2�6 ആണ്. അപ്പോൾ 6നോട് 1 കൂട്ടുക, 7 ഫാക്ടർ ആയിരിക്കും. ഇത് 2�7 ഉണ്ട്, 5�6 ഉണ്ട്. അപ്പോൾ എങ്ങനെ കാണാം? 7നോട് 1 കൂട്ടുന്നു 8, 6നോട് 1 കൂട്ടുന്നു 7. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 56 ആയിരിക്കും ആൻസർ. ഇനിയിപ്പോൾ ഇവിടെ ഇതിന് പകരം നിങ്ങൾക്ക് 4�7 × 5�6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? 8 × 7 ചെയ്യരുത്. കാരണം എന്താ? ഈ 4 എന്ന് പറഞ്ഞ ആൾ പ്രൈമാണോ അഭാജ്യമാണോ? ഒരിക്കലും അല്ല. അന്നപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക? ഒരു കാരണവശാലും ചെയ്യാൻ പറ്റൂല സാർ. സോ ഈ 4�7 × 5�6ന് ആദ്യം ഈ 4നെ മാറ്റണം. ഈ 4നെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? 2 × 2 എന്ന് എഴുതണം. ഈ 4ന് പകരം ഞാൻ എന്ത് എഴുതണം? 2 × 2 എന്ന് എഴുതണം. ഈ 7 ഇവിടെ തന്നെ ഉണ്ട്, × 5�6. സാറേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സാറേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ എന്തുണ്ട്? 2 2 പ്രാവശ്യം ഉണ്ട് അല്ലേ? സോ എന്താ വരിക? 2² ഉണ്ട് അല്ലേ? ഇവിടെ 2² ഉണ്ട്, ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു 7 ഉണ്ട്. അപ്പോൾ ഇത് എത്രയായി? 2² ഉണ്ട്, അതിൻ്റെ മുകളിൽ 7 ഉണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ ഗുണിച്ചിട്ടാണ് നമുക്ക് ഫൈനൽ കിട്ടുക. അതായത് 2⁴14 എന്നായിരിക്കും ഇവിടെ ഉണ്ടാവുക. 2⁴14 എന്നാണ് ഉണ്ടാവുക, × 5�6. ഇപ്പം എന്തായി? ഇത് രണ്ടാളും പ്രൈമായി അഭാജ്യമായി. ഇനി എന്താ ചെയ്യേണ്ടത്? 15 × 7 ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതുമല്ല, ഈ സ്ഥാനത്ത് 4�7 അല്ല, 6�7 × 5�6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഈ 6നെ മാറ്റണം അല്ലേ? സോ 6നെ മാറ്റി ഞാൻ 2 × 3 എന്ന് എഴുതുന്നു. 6ൻ്റെ മുകളിൽ 7 ഉണ്ട്, അത് ഞാൻ ഇവിടെ എഴുതുന്നു, × 5�6. സാറേ ഇതെങ്ങനെ 2² 3² ഒക്കെ എഴുതാൻ പറ്റുമോ? ഇവിടെ 2 × 2 എന്ന് വന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? 2² എന്ന് എഴുതിയത്, 2², അതിൻ്റെ മുകളിൽ 7 എന്ന് എഴുതിയത്. പക്ഷേ ഇവിടെ 2 × 3 എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 2ക്കും ഈ 7നെ കൊടുക്കുക, × ഈ 3ക്കും എന്ത് ചെയ്യുക? ഈ 7നെ കൊടുക്കുക, × 5�6 ബാക്കിയുണ്ട്. അപ്പോൾ 8 × 8 × 7 ചെയ്താലാണ് ആൻസർ കിട്ടുക. ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ വേണം. ആൻഡ് 40 എന്ന് പറഞ്ഞ ഒരു നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, ഘടകങ്ങളുണ്ട് എന്ന് ചെയ്യണം നിങ്ങൾ. അതിനാദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്ക് മാറ്റണം. പിന്നെ എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. ആൻഡ് 2 നമ്പേഴ്സ് തന്നിട്ട് അവരുടെ എന്താണ് പൊതുഘടകങ്ങളെല്ലാം പറയും. ആൻഡ് അതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ പൊതുഘടകം എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങളോട് ഇത് 100% എന്താണ് ചോദിച്ചിരിക്കും. ആൻഡ് അടുത്തതായിട്ട് ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഇങ്ങനെ സിംപ്ലി ഒരു പാറ്റേൺ തന്നിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അടുത്തതായിട്ട് എന്താണ്? അടുത്തതായിട്ട് അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു നമ്പർ പിരമിഡ് നിങ്ങൾക്ക് തരുന്നതാണ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടി ഇവിടെ ഉള്ള 2 എണ്ണം കൂട്ടിയാൽ മുകളിലുള്ളത് കിട്ടണം, ഇത് 2 എണ്ണം കൂടി കൂട്ടിയാൽ ഇവിടെ ഉള്ളത് കിട്ടണം. ആ ഒരു രീതിക്കാണ് കേട്ടോ. സോ ഇവിടെ 13, ഇവിടെ 17 ആണ്, ഇവിടെ എത്ര വരിക? 30. ഇവിടെ 22, ഇവിടെ 30 ആണ്, ഇവിടെ എത്ര വരിക? ഇത് 2 കൂടി കൂട്ടിയാലാണ് ഇവിടെ ഉള്ളത് കിട്ടുക. സോ എത്ര വരിക? 42 അല്ല 52. ആ ഒരു രീതിയിലാണിത് ഫിനിഷ് ചെയ്യുക എന്ന് ഓർക്കുക. ആൻഡ് ഒരു കലണ്ടറിൽ എന്താണ് 4 സാധനങ്ങൾ, അതായത് അടുത്തടുത്തുള്ള 4 നമ്പേഴ്സ് കൂട്ടിയിട്ട് ഇങ്ങനെ സ്ക്വയർ ആക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം നിങ്ങൾക്ക് 100% ചോദിക്കും. മേ ബി ദ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഈ ഒരു ചോദ്യം, ചിൽഡ്രൻ പ്രിപ്പയർഡ് നാച്ചുറൽ ഡ്രിങ്ക്സ് ആസ് പാർട്ട് ഓഫ് ഹാപ്പി ഡ്രിങ്ക്സ് പ്രോഗ്രാം. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു പ്രിപ്പയർഡ് ഈച്ച്
ടൈപ്പ് ഓഫ് ഡ്രിങ്ക് ഈസ് ഗിവൺ ബിലോ. ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ട് നമ്മളോട് ചോദിക്കും വാട്ട് പാർട്ട് ഓഫ് ദ ടോട്ടൽ ചിൽഡ്രൻ പ്രിപ്പയർഡ് ക്യാരറ്റ് ഡ്രിങ്ക്. ഇങ്ങനെ ഉറപ്പാണ്, ഇത് 100% ഉറപ്പാണ്. എന്ത് ഒരു ടേബിൾ തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് കുട്ടികൾ വിചാരിക്കും സാർ ഇതെന്താ ചോദ്യം മാത്രം പറയുന്നത്, എല്ലാത്തിൻ്റെ ആൻസർ പറയുന്നില്ലല്ലോ, കുറച്ചെണ്ണത്തിൻ്റെ ആൻസർ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ വരിക എന്ന് മാത്രമാണ് പറയുന്നത്, ആ ഒരു രീതിയിലുള്ള ചോദ്യം. പിന്നെന്താണ് ഈ ഒരു ചോദ്യം, അതായത് സം 2 meters ലോങ് റോഡ് ആർ കട്ട് ഇൻ ടു 5 pieces. അതായത് ഒരു എന്താണ് 2 മീറ്റർ നീളമുള്ള ഒരു സാധനം എന്താണ് 5 ഈക്വൽ പീസാക്കി, അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആൻഡ് ഈ ഒരു ചോദ്യം ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 cm ആൻഡ് സൈഡ്സ് 1:2 റേഷ്യോയിലാണ്. 30 cm ചുറ്റളവ് ആൻഡ് വശങ്ങളുടെ നീളം 1:2 അംശബന്ധത്തിൽ. അതെങ്ങനെ ചെയ്യും? ആൻഡ് അടുത്തതായിട്ട് ഇങ്ങനെ 15 ക്യൂബ് അല്ലെങ്കിൽ 15×3 3375 ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇതാ ഇങ്ങനത്തെ, ഇത് 15 അല്ല 1.5 ആണ്. പക്ഷേ ഈ 1.5ൻ്റെ ക്യൂബിന് ഇതിൻ്റെ 15ൻ്റെ ക്യൂബുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ആ ഒരു ചോദ്യവും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ആൻഡ് പിന്നെ എന്താണ് ഈ ഒരു ഫിഗർ തന്നിട്ടുള്ള ചോദ്യം, ഇതൊക്കെ ഇന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യും, ഉറപ്പായിട്ടും കാണാം കേട്ടോ. ഓക്കെ, ഈ ഒരു ടൈപ്പിൽ ഈ ഒരു സാധനം തന്നിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും. ആൻഡ് അടുത്തതായിട്ട് പിന്നെ ഈ ഒരു ചോദ്യമാണ് വരിക. ഒരു കുടുംബശ്രീയിൽ നിന്ന് ഒരാൾ ലോൺ എടുക്കുന്നു, 48,000 രൂപേൻ്റെതാണ്. ആൻഡ് പിന്നെ എന്താണ് 6.1/4% ആണ് എന്ത് ഒരു വർഷത്തേക്ക് പലിശ. ആൻഡ് ദേ സ്പെൻഡ് 60% ഓഫ് ദ എമൗണ്ട് ടു ബൈ കമ്പ്യൂട്ടർ. അവർ 60% പൈസയും കമ്പ്യൂട്ടർ വാങ്ങാനാണ് ഉപയോഗിച്ചത്. ആൻഡ് ബാക്കി ഫർണിച്ചറിനാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു ബേസിക് ഡീറ്റെയിൽസ് തരും. ഇത്ര രൂപയാണ് ലോൺ എടുത്തത്, ഇത്രയാണ് അവിടുത്തെ പലിശ, അതിന് ഇത്ര ശതമാനം സാധനം വാങ്ങാൻ ഉപയോഗിച്ചു, ഇത്ര സാധനം ഫർണിച്ചറിന് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തരും. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ABCD എന്ന് പറഞ്ഞ് ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഇതും ഞാൻ ഇവിടെ പറയുന്നില്ല, ഒക്കെ നമ്മൾ എവിടെ ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ലൈവ് ഒരിക്കലും മിസ്സാക്കരുത്. ഈ പറഞ്ഞ ചോദ്യങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ഫുൾ മാർക്ക് തന്നെ കിട്ടും. സോ ലൈവിൽ കാണാൻ മറക്കരുത്. സീ യു, ബൈ.